ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാമീസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ശുദ്ധമായ നെയ്യ് വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അത് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഐസ് ക്യൂബോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായി 1/2 ലിറ്റർ പാല് ഇതുപോലെ കാച്ചിയെടുത്ത് ചൂടാറിയതാണ്. അതിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ആട വന്ന് നിൽക്കും. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ ഡെയിലി പാല് കാച്ചിയാൽ കിട്ടുന്ന ആടകൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഫ്രീസറിൽ മാറ്റി വെച്ചതാണ്. അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പ് ലോ ഫ്ലെയിമിലാക്കി എല്ലാം അവിടെ ഒന്ന് ചൂടാവുന്നത് വരെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് നെയ്യ് തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അടുപ്പൊന്ന് കൂട്ടിക്കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടിപ്പിടിക്കാണ്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചിളക്കി കൊടുത്താൽ തന്നെ നെയ്യ് നല്ലോണം തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് അടിപ്പിടിക്കാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ നെയ്യ് റെഡിയായി കിട്ടും. ഇതിലിപ്പോൾ നല്ല ഫ്ലേവർ വന്ന് തുടങ്ങുന്നുണ്ട്. ഇത് മുഴുവനും കളർ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇതൊന്ന് റെഡിയായി കിട്ടുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ബ്രൗൺ കളർ ആകുമ്പോഴാണ് നെയ്യിൻ്റെ മണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പാലട ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ നെയ്യിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ഈസി മെത്തേഡാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇതിപ്പോൾ അതിലുള്ള നെയ്യൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അരിപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്തതിനെ ഈ ഒരു ഗ്ലാസ് ബൗളിലേക്ക് വീണ്ടും ഒന്നുകൂടെ അരിച്ചെടുത്ത് നമുക്ക് മാറ്റാം. ഇതുപോലെ 2 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യ് കൂടി നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് അരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊന്നും വരാതെ തന്നെ നമുക്ക് ഇതുപോലെ നല്ല പ്യുവറായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല മണമുള്ള നെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ ഈ കാച്ചി നമ്മളിതിൽ ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം നല്ല മണമുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നെയ്യ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എത്രത്തോളം സെറ്റായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴുള്ള നെയ്യും ഒന്ന് സെറ്റായതിന് ശേഷമുള്ള നെയ്യും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും. ഇത് കുറേ ദിവസം കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും ഹെൽത്തിയും ആയിട്ടുള്ള നെയ്യാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.